Hey, hello everyone, Saru here and welcome to my channel. Today we are going to Munnar and we just crossed Idiki Ernakulam border. കണ്ടോ നമ്മൾ ഇടുക്കി ഡിസ്ട്രിക്റ്റ് എത്തി. എറണാകുളം സൈഡിൽ നിന്ന് വരുമ്പോൾ നേര്യമംഗലം കഴിഞ്ഞാൽ ഉടനെ ബ്രിഡ്ജ് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റായി. നമ്മളൊരു ഉച്ച സമയത്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി 1 മണിക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ കുറച്ച് ലേറ്റായി പോയി. ലോങ് സ്റ്റോറി, അത് പിന്നെ പറയാം. ഇതാണ് ചിയോപ്പാറ വാട്ടർഫോൾസ്. ഇടുക്കി അടിമാലി റൂട്ടിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളവർ, മൂന്നാർ പോയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു വാട്ടർഫോൾ ഫെമിലിയർ ആയിരിക്കും. ഞാൻ ഏതോ പ്രായത്തിൽ പോയതാണ്, ബട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ദിസ് വൺ. ഇത് അടുത്തൊരു വാട്ടർഫോൾ. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു വാട്ടർഫോൾ കാണാൻ പറ്റും. പേര് ഞാൻ ഓർക്കുന്നില്ല. ഇതുപോലെ ഒത്തിരി അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴി ഒത്തിരി കാണാൻ പറ്റും. നമ്മളിതൊന്നും കയറിയൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ കണ്ട് ആസ്വദിച്ചതേ ഉള്ളൂ. ബിക്കോസ് നല്ല ചാർജസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് 650 per person. പക്ഷെ അവർ പറഞ്ഞു നിങ്ങൾക്ക് മാത്രം നമ്മളിത്ര കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതവരുടെ ബിസിനസ് ട്രിക്കാണല്ലോ. നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകുന്നു. അതായപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റിസോർട്ട് എത്താറായി. ഇതിനിടയിലൊന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ബിക്കോസ് ജസ്റ്റ് 3 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വേറെ എങ്ങും നിർത്തിയില്ല, ഒറ്റ പോക്കായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്ത സംഭവങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം ഷൂട്ടിങ് എ വീഡിയോ. അതുകൊണ്ട് കുറച്ച് ഷൈ ആയിരുന്നു. ദിസ് വാസ് അവർ റൂം നമ്പർ 204. ആൻഡ് ടടാ, ഇതാണ് റൂമിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇത് ഇടുക്കി വെള്ളത്തുവലുള്ള ലേക്സ് ആൻഡ് ഹിൽസ് റിസോർട്ടാണ്. ഇത് കോട്ടേജ് ഒന്നുമല്ല കേട്ടോ, നമ്മൾ റൂമായിട്ട് കോട്ടേജസ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. ബട്ട് ദെൻ നമുക്ക് റൂം മതിയായിരുന്നു. റിവ്യൂസ് നോക്കിയപ്പോഴും അത്യാവശ്യം നല്ല റിവ്യൂസ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ റൂം എടുത്തത്. ദിസ് ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വൃത്തിയുള്ള ബാത്റൂം ആയിരുന്നു. ഹോട്ട് വാട്ടർ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ബാക്കി റൂമിൽ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടൊരു കബോർഡ് ഉണ്ട്, വാട്ടർ കെറ്റിൽ, ടീ ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അടിപൊളി ബാൽക്കണി ഉണ്ടായിരുന്നു കേട്ടോ. കിഡു വ്യൂ ആണ് ഇവിടുന്ന്. പക്ഷെ നമ്മൾ ഈ ബാൽക്കണിയിൽ ഇരുന്ന് ഒരു ഫോട്ടോ പോലും എടുത്തില്ല. അതാണ് ഹൈലൈറ്റ്. അത്രയും വൈകിയാണ് നമ്മളിവിടെ എത്തിയത്. വളരെ കുറച്ച് ടൈം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒത്തിരി ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അത് നിലത്ത് വീണ് ചീഞ്ഞ് നല്ല സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ റൂമൊക്കെ ഒന്ന് വിശദമായി കണ്ടിട്ട് നമ്മൾ നേരെ പൂളിലേക്ക് പോയി. അങ്ങനെ കുളിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയതാണ്. ഇതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇത് ആക്ച്വലി നേരത്തെ കാണിക്കേണ്ടതായിരുന്നു, ബട്ട് ദെൻ ഞാൻ പറഞ്ഞില്ല നമ്മൾ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ആ ടൈമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഫ്രഷായി കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു കോട്ടേജ് ആണ് അവിടുത്തെ ബെസ്റ്റ് വ്യൂ ഉള്ളൊരു കോട്ടേജ്. ബിക്കോസ് ബാക്കിയെല്ലാം ഇതിൻ്റെ ഒരു പാത്വേ ഉണ്ട്, ആളുകളൊക്കെ നടക്കുന്ന പാത്വേ അങ്ങനെ ഫേസ് ചെയ്തായിരിക്കുന്നത്. ബട്ട് ഇതിൻ്റെ സിറ്റ് ഔട്ട് ഇതാ കണ്ടില്ലേ, ആ ഒരു മലനിരകളൊക്കെ നോക്കിയിരിക്കാം. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന റൂംസ് ഉള്ളത്. എല്ലാ റൂംസും ഓക്യുപ്പൈഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇതിൽ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടിരിക്കുന്നത് നമ്മളുടെ ബാൽക്കണിയാണ്. പൂളിൽ നിന്നൊക്കെ വന്നിട്ട് വിരിച്ചിട്ടതാണ്. ദെൻ ഈവനിങ് നമ്മൾ ഈ കുട്ടികളുടെ കൂടെ കളിച്ചു. ഇവിടെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ട്, പ്ലേ ഏരിയ ഉണ്ട്, അവിടെ സ്വിങ് ഉണ്ട്, മറ്റു ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഈ കുട്ടികൾ വലിയൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. അബൌട്ട് ഒരു 20 മെമ്പേഴ്സൊക്കെ ബസ്സിന് വന്നത്. അവരുണ്ടായിരുന്നതുകൊണ്ട് നമുക്കൊരു കമ്പനി ഉണ്ടായിരുന്നു. നമ്മൾ കളിച്ചു. ആൻഡ് ദെൻ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. ബിക്കോസ് റിസോർട്ടിലെ ഫുഡ് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. 1 സ്കൂപ്പ് ഐസ്ക്രീം 180 റുപ്പീസ് ആയിരുന്നു. പിന്നെ പുറത്തൊക്കെ ഒന്ന് സിറ്റിയിലൊക്കെ നടക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ പോയതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങിയത്. ഇവർക്ക് ലൈവ് അൽഫാം കൗണ്ടർ ഉണ്ട്. കണ്ടോ, പാവം അൽഫാം നോക്കിയിരിക്കുകയാണ്. റെഡി ആയില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ഷടയിൽ നിന്ന് കിട്ടി കേട്ടോ. പക്ഷേ നമ്മൾ ഇവിടുന്ന് പൊറോട്ട അൽഫാമൊക്കെ വാങ്ങി. ദെൻ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു സൂപ്പ് കഴിച്ചു. എന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഇത് അഖിലിൻ്റെ വീഡിയോ സ്കിൽസാണ് ഈ കാണുന്നത്. ആൾ പുല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നത് ആൾക്കൊരു വീക്ക്നെസ്സാണ്. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. ഇത് പുള്ളിയുടെ മാസ്റ്റർ പീസ് സ്റ്റെപ്പാണ്. ഇതെല്ലാ വീഡിയോസിലും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറത്ത് ഫുഡ് വാങ്ങാൻ പോയപ്പോൾ അടുത്തുള്ള റിസോർട്ട്സിലൊക്കെ ഇതുപോലെ ക്യാമ്പ് ഫയറൊക്കെ നടക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ നമ്മളുടെ റിസോർട്ടിൽ മാത്രം ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഉണ്ട് ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു ക്ലൈമറ്റിന് ഇതും കൂടി ഇല്ലാതിരുന്നെങ്കിൽ തണുത്തൊരു രക്ഷയില്ലാത്ത അവസ്ഥയായി പോയേനെ.
ഞാൻ തണുത്തിട്ട് കുറേ നേരം അതിന് ചോട്ടിൽ പോയിട്ട് കസേര ഇട്ടിരുന്നു. ഡാൻസ് കളിക്കാനൊന്നും ആവുന്നുണ്ടായിരുന്നില്ല, അത്രയും തണുപ്പാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടി അവിടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മുസ്ലിം ഫാമിലി ഉണ്ടായിരുന്നു, അവരൊരു ഗ്രൂപ്പായിട്ട് വന്നതാണ്, അവരൊക്കെ ജോയിൻ ചെയ്തു. പിന്നെ പിള്ളേർ ഒടുക്കത്തെ ഡാൻസായിരുന്നു കേട്ടോ. ഞാനതുകൊണ്ട് പതിയെ അവിടെ നിന്ന് സ്കൂട്ടായി. ഞാൻ സ്കൂട്ടാവാൻ നിൽക്കുന്നതായി കാണുന്നത് ഹസ്ബൻഡിനെ വിളിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലെന്നുണ്ടെങ്കിൽ ഞാനവിടെ നമ്മൾ ഉറങ്ങി. നെക്സ്റ്റ് മോർണിംഗ് വാസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് സൺറൈസ് കാണാൻ നല്ല രസമാണ്. കുറച്ചുകൂടി മുന്നേ എഴുന്നേറ്റിരുന്നെങ്കിൽ കുറച്ചുകൂടി കിഡുമായിട്ട് കാണാമായിരുന്നു. പക്ഷെ നമ്മൾ ഉറങ്ങിപ്പോയി. ഉറങ്ങുക മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് TV വെച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആസ്വദിച്ച് കോഫി കുടിക്കുന്നുണ്ടോ തോന്നും, ഭയങ്കര ടേസ്റ്റാണെന്ന് കേട്ടോ. പക്ഷെ നല്ല ഊള കോഫിയായിരുന്നു, നമ്മൾ തന്നെ ഉണ്ടാക്കിയ കോഫിയാണ്. നല്ല കടുപ്പം, ഓവർ മധുരം, അങ്ങനെ മൊത്തത്തിലൊരു ഊള കോഫിയായിരുന്നു. നമ്മൾ പതിയെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് മോർണിംഗ് വാക്കിന് പോയി. ഏതോ സമയത്ത് പോകണമെന്ന് കരുതിയതാ. യെസ്, ഞാൻ പറഞ്ഞ പോലെ ഉറങ്ങിപ്പോയി. നമ്മൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും രാവിലെ എഴുന്നേറ്റ് മെനക്കെട്ട് നടക്കാൻ ഇറങ്ങിയത് വെറുതെ ആയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് ആയിരുന്നു. വരുന്ന സമയത്ത് ഞാൻ കരുതിയത് ഇത് വെസ്റ്റ് സൈഡും ഇതിന് ഓപ്പോസിറ്റ് സൈഡാണ് ഈസ്റ്റ് എന്നാണ് കരുതിയത്. പക്ഷേ ഈ സൺറൈസ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത്. നമ്മളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് രാവിലെ അവനവൻ്റെ മുറ്റത്ത് നിന്നുകൂടി ഇതുപോലൊരു സൺറൈസ് എക്സ്പീരിയൻസ് ചെയ്യാനോ എൻജോയ് ചെയ്യാനോ പറ്റാത്ത അത്രയും തിരക്കാണ് എല്ലാവർക്കും. അതുകൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലൊരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് മാക്സിമം ഇങ്ങനത്തെ വ്യൂസ് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രമല്ലാതെ ഇടയ്ക്കൊന്ന് നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ പുറകെ കാണുന്നത് ഒരു റിസോർട്ടാണ് കേട്ടോ. ഞാൻ ഇതിന് സൈഡിൽ നിന്നിട്ടാണ് സൺറൈസ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് കൺസ്ട്രക്ഷൻ നടക്കുന്നൊരു റിസോർട്ട്. അത് നമ്മളുടെ റിസോർട്ടിന് തൊട്ടടുത്തുള്ള റിസോർട്ടാണ്. ഇതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് ഹോട്ടലിൽ പോകുന്ന വഴിക്ക് ക്യാമ്പ് ഫയർ കണ്ടു എന്ന് പറഞ്ഞത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് അടുത്തൊരു റിസോർട്ടുണ്ട്. ഈ ഒരു റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ആക്ച്വലി ഇത് റിസോർട്ടുകളുടെ ഒരു ലക്ഷം വീട് കോളനി എന്ന് പറയണം. അത്രയും റിസോർട്ട്സ് ഉണ്ട്. ഇത് അവിടെ ഒരു മഞ്ഞ പെയിൻറ്റ് കാണുന്നില്ലേ, അത് അടുത്തൊരു റിസോർട്ടാണ്. അതിന് ഓപ്പോസിറ്റ് ഇന്നലെ ഞാൻ പറഞ്ഞ റിസോർട്ട്. ആൻഡ് ദെൻ ഈ ഒരു ഡിസ്റ്റൻസിൽ 5 റിസോർട്ടുണ്ട്. നമ്മളുടെ റിസോർട്ടിന് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത റിസോർട്ടുണ്ട്. ഇപ്പോൾ കാണുന്നതൊക്കെ നമ്മൾ മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് റിസോർട്ട് സ്റ്റേക്ക് വേണ്ടി സെർച്ച് ചെയ്ത സമയത്ത് കണ്ടിട്ടുള്ള റിസോർട്ടുകളെല്ലാം ഈ ഒരു റൂട്ടിലുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഈ വെള്ളത്തുള്ളി നമ്മൾ ഈ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഒത്തിരി റിസോർട്ട്സ്, ഇപ്പോൾ അവിടെ കാണുന്നത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നൊരു റിസോർട്ടാണ്. കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഫുള്ളി സൈഡിലൊക്കെ ഇതുപോലെ റിസോർട്ടുകളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ബിക്കോസ് മിക്ക സ്ഥലത്ത് അവിടെ അങ്ങ് ദൂരെ ഒരു വൈറ്റ് പെയിൻറ്റ് കാണുന്നുണ്ട്, അവിടെ അടുത്തൊരു റിസോർട്ടാണ്. ഇവിടെ ഇടയിലുള്ളൊരു വീടാണ്, ഇത് പൂട്ടിയിട്ടേക്കാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഹോം സ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അവിടെ ഒരു ഏലത്തോട്ടം ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്ത് കയറി ഫോട്ടോയൊക്കെ എടുത്തു. ബട്ട് ദെൻ ഇടയ്ക്ക് ഓരോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തോ ജീവികളാവുമെന്ന് കരുതിയിട്ട് നമ്മൾ അധികം ടൈം അവിടെ നിന്നില്ല, വേഗം ഇറങ്ങി ഓടി. ഇനിയിപ്പോൾ ഓണർമാരാരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവർ കണ്ട് പ്രശ്നമാക്കണ്ടല്ലോ എന്ന് കരുതി അതുകൊണ്ട് അധികം ടൈം അവിടെ നിന്നില്ല കേട്ടോ. നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ക്യുക്കായിട്ട് കഴിച്ചു, ബിക്കോസ് ചെക്കൗട്ട് ചെയ്യാനുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വാസ് റിയലി വർത്ത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ദെൻ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി നേരത്തെ കണ്ട ഏലത്തോട്ടത്തിന് സൈഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ റോഡ് പറ്റിയ മോശമാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക, കൂട്ടത്തിൽ ഇത്തിരി ഭേദമായിട്ടുള്ള റോഡ് കൂടിയാണ്. ബാക്കി ഫുള്ളി പൊളിഞ്ഞ് അലമ്പായി കിടക്കായിരുന്നു. കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പല സ്ഥലത്തും മെറ്റലൊക്കെ ഇറക്കിയിട്ടുണ്ട്. മേ ബി ഇനി പോകുമ്പോഴേക്കും ഇതൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി റിസോർട്ടുകളുണ്ട്. ഇവരൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ഇവരൊന്ന് എന്താ പറയുക കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് നന്നാക്കാവുന്ന റോഡേ ഉള്ളൂ കേട്ടോ. ഇന്നലെ പോയ സമയത്തൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു തേയിലത്തോട്ടം പോലും നമ്മൾ പോകുന്ന വഴിക്കൊന്നും കണ്ടില്ല. അപ്പം ദെൻ നമ്മൾ റിസോർട്ടിലേക്ക് പോയ ഒരു മെയിൻ ജംഗ്ഷനിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് പോയിട്ടാണ് നമ്മൾ റിസോർട്ട് എത്തിയത്. ആ ഒരു മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തേയിലത്തോട്ടം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ തൊട്ടടുത്തായിരുന്നു, പക്ഷേ അറിഞ്ഞില്ല. പിറ്റേ ദിവസം പോന്നപ്പോഴാണ് മനസ്സിലായത്.
ഒരു ബോർഡ് മിസ് ചെയ്തിട്ട് നമ്മൾ തിരികെ പോയി ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ മുന്നോട്ട് പൊക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇതുപോലെ ഒത്തിരി വെൽക്കം ടു മൂന്നാർ ബോർഡുകൾ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിൻ്റെ ടൗണിലൂടെയാണ്. ബേസിക്കലി ഞാനൊരു സിറ്റി പേഴ്സൺ ആണെങ്കിലും എനിക്കിതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടൗണുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അല്ല, വല്ലപ്പോഴൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളിൽ നിന്നും കൾച്ചറിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഡിഫറെൻറ്റ് ടോപ്പോഗ്രഫി ജിയോഗ്രഫി ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് പോയി അവിടുത്തെ വ്യത്യസ്തമായ കൾച്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് റിഫ്രഷ് ആവും അല്ലേ. അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകളൊക്കെ പോകുന്നത് നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ മൂന്നാർ ടൗണിൽ കണ്ടൊരു സ്റ്റോളാണ് കേട്ടോ. ഇവിടുന്ന് ഈ സംഭവം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന ഒരു അസുഖമുള്ളതുകൊണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെയാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. ഈ ഒരു ലേക്ക് മൂന്നാറിൻ്റെ പ്രോപ്പർ ടൗണിലുള്ളതാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, പോയിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിന് തൊട്ട് സൈഡിലൊരു ടീ പൗഡർ അതുപോലെ ടീ ഒക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട്. നമ്മൾ മൂന്നാർ പോവാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമ്മ ഫോൺ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ പോയിട്ട് ചായ കുടിക്കണം. ബിക്കോസ് കണ്ടോ നമ്മളാരും പാലിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. ചായ കാപ്പിയൊന്നും കുടിക്കില്ല. പക്ഷേ ആൾ വരെ പറഞ്ഞു ഇത് സൂപ്പറാണെന്ന്. സോ നിങ്ങൾ ആരെങ്കിലും മൂന്നാർ പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇവിടെ വന്നിട്ട് ഈ ചായ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വിശന്നു. അപ്പോൾ അതാ ഇവിടെ ഒന്ന് മാഗി കഴിച്ചു. നമ്മൾ ഹിൽ ടോപ്പിൽ നിന്നൊക്കെ മാഗി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ തന്നെയാണല്ലേ. നല്ല ചൂട് മാഗിയും ഇവിടുത്തെ ഒരു ക്ലൈമറ്റും. അത് കഴിച്ചിട്ട് നമ്മൾ തിരികെ പോന്നു. ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. പ്രാർത്ഥിച്ചു, നേർച്ചയൊക്കെ ഇട്ടു. ഇത് പോകുന്ന വഴിക്ക് റോഡിൽ കുറച്ച് വെള്ളം കണ്ടപ്പോൾ ചാടി ഇറങ്ങിയതാണ്. ഇതൊരു എന്താ പറയുക, ഒരു ഹിഡൻ ബ്യൂട്ടിഫുൾ. ആ സൈഡിലൊരു വെള്ളച്ചാട്ടം കണ്ടോ, അത് നല്ല ഭംഗിയാണ് കാണാൻ. ബട്ട് ഈക്വലി ഡേഞ്ചറസ് ആണ്. ബിക്കോസ് ആ വെള്ളം അങ്ങോട്ട് വീണ് പോയാൽ ആ വെള്ളം ഈ റോഡിൻ്റെ അടിയിൽ കൂടിയാണ് ഒഴുകി പോകുന്നത്. പിന്നെ എവിടെ പോയാലാണ് ബോഡി കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആരും സാഹസം കാണിച്ച് അങ്ങോട്ട് പോകാൻ നിൽക്കരുത്. വെള്ളം ഉള്ളതുകൊണ്ട് റോഡ് നല്ല സ്ലിപ്പറി ആയിരുന്നു. സോ അധികം അവിടെ നിന്നില്ല, ഒരു കഞ്ഞിയും കുടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. ലേക്കിൻ ഹിൽസിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം നിൽക്കട്ടോ. എവിടെ നോട്ടെ വെയിറ്റ്